വിവാഹിതരായ ദിവസം മുതൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങുന്നവരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും. രണ്ട് മക്കൾക്കൊപ്പം സന്തുഷ്ടമായി ജീവിക്കുമ്പോഴും സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണങ്ങൾ ഇരുവരും നേരെ തുടരുകയാണ്. പലപ്പോഴും ഇരുവരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ മകളുടെ മുന്നിൽ വെച്ച് റൊമാൻറ്റിക് റീൽ ചെയ്യുന്നുവെന്ന് പറഞ്ഞ് വിമർശിച്ചവർക്കും ഗർഭിണിയായ വ്യാജവാർത്ത പ്രചരിച്ചവർക്കും മറുപടി നൽകിയോടെ ദിവ്യ ശ്രീധർ. സിനിമകളിൽ കിസ് ചെയ്യുന്ന രംഗങ്ങളില്ലെന്നും വിമർശിക്കുന്നവരുടെ അച്ഛനും അമ്മയും ചുംബിക്കാനില്ലെന്നും ദിവ്യ ചോദിക്കുന്നു. മകളുടെ മുന്നിൽ വെച്ച് റൊമാൻറ്റിക് റീൽസ് ചെയ്യുന്നുവെന്ന് പറഞ്ഞാണ് ചിലർ വിമർശിക്കുന്നത്. സിനിമകളിൽ കിസ് ചെയ്യുന്ന രംഗങ്ങളില്ലേ? കല്യാണ വീഡിയോകളിൽ കാണിക്കുന്നത് എന്താണ്? അതിലൊന്നും പ്രശ്നമില്ലേ? നമ്മൾ ചെയ്താൽ മാത്രമാണോ കുഴപ്പം? ഞങ്ങൾ എന്താ മനുഷ്യന്മാരല്ലേ? മക്കൾക്കൊന്നും അറിയാത്ത പ്രായമല്ലല്ലോ. ചില സേവ് ദ ഡേറ്റ് വീഡിയോസ് കാണുമ്പോൾ നമ്മൾ നാണം തോന്നും. ആ ലൈവിലുമുള്ള സേവ് ദ ഡേറ്റ് ഇറങ്ങുമ്പോൾ ഞങ്ങൾ മര്യാദയ്ക്ക് നടന്നു പോയാൽ ഇവർ എന്താണ് പബ്ലിക്കിൽ കിടന്ന് കാണിക്കുന്നത്? എന്തൊക്കെയാണ് കമൻറ്റ്സ്? ഇവർക്കൊന്നും കണ്ണില്ലേ? നോർമലായി കല്യാണം കഴിച്ചു പോകുന്ന ഒരു കല്യാണ വീഡിയോ ഇപ്പോൾ കാണാറുണ്ടോ? മകളും എല്ലാ വീഡിയോസും കാണുന്നവരാണ്, സിനിമ കാണുന്നവരാണ്. അതിനകത്ത് ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ വിമർശിക്കുന്നവരുടെ അച്ഛനും അമ്മയും ഒന്നും ഉമ്മ കൊടുക്കാറില്ലേ? ഈ പറയുന്നവരും കൊടുത്തിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഉമ്മ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? വെറുതെ നാട്ടിൽ കാണുന്ന ആളുകൾക്കെല്ലാം ഉമ്മ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനല്ലേ ഉമ്മ കൊടുത്തത്, പുറത്തുള്ള ആർക്കുമല്ലല്ലോ. അപ്പോൾ എന്താണ് പ്രശ്നം? പുറത്ത് ശരീരഭാരം കാണിച്ചു നടന്നാൽ എല്ലാവർക്കും സന്തോഷമാകുമോ? കാണിക്കാത്തത് കൊണ്ടാകും നിങ്ങൾക്കെല്ലാം ഞങ്ങളോട് പ്രശ്നം തോന്നുന്നത്. ശരീരഭാഗം കാണിച്ചു നടക്കുന്നവർക്കെതിരെ മോശ കമ്മലിട്ട് കാണുന്നില്ലല്ലോ. നമ്മൾ മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ട് മാന്യമായി ശരീരഭാഗം കാണിക്കാതെയാണ് നടക്കുന്നത്. പിന്നെ എൻ്റെ സംസാരം അത് ഇങ്ങനെയുമാണ്, മാറ്റാനുമാകില്ല. മനസ്സിലാകുന്നവർ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ കൂടെയുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരത്തിൽ കമൻ്റ് ഇടുന്നവർക്കെതിരെ കേസ് കൊടുക്കാത്തത് ഞാൻ 4 പേർക്കെതിരെ കേസ് കൊടുത്താൽ 10 പേർ രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ ഞാൻ ഗർഭിണിയല്ല, പക്ഷെ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ച് ഞാൻ നടക്കുന്ന ഓരോ വീഡിയോയും അതോടൊപ്പം പുറത്തു വന്നു. ആ വീഡിയോ പൂർണ്ണമല്ല, പക്ഷേ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ മുഴുവൻ തെറി മാത്രമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് കുഞ്ഞിനെ നോക്കാൻ കഴിവുണ്ട്, പ്രഗ്നൻ്റ് ആയാലും പറ്റും. നമുക്ക് സമയമാകുമ്പോൾ നമ്മൾ നോക്കിക്കോളാം. വേറെ ആരും അതിൽ ബുദ്ധിമുട്ടേണ്ടതില്ല. ഈ വയസ്സാം കാലത്താണോ പ്രഗ്നൻസി എന്നൊക്കെയാണ് കമൻറ്റുകൾ. അതെന്താ 60 വയസ്സുള്ള പെണ്ണുങ്ങൾ പ്രസവിച്ചതൊന്നും കണ്ടിട്ടില്ലേ? കമൻസ് ഇടുന്നത് കൂടുതലും പ്രായമുള്ള ആളുകളാണെന്നാണ് മറ്റൊരു രസം. അതുപോലെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കമൻ്റ് ഇടുന്നവരെല്ലാം ഭൂമിയിൽ നിന്നും പൊട്ടിമുളച്ചതാണോ എന്നും ദിവ്യ ശ്രീധർ പ്രതികരിച്ച് ചോദിക്കുന്നു.